വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിത് ഷോപ്പിങ്ങിനായിട്ടൊന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്തുനിന്ന് ഇറങ്ങുന്നത്. കാരണം കോൾഡൊക്കെ കാരണം തീരെ വയ്യായിരുന്നു, സൗണ്ടൊക്കെ ശരിക്കും പോയിരിക്കുകയാണ്. ഇപ്പോൾ 2 weeks ആയി ഇങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും മാറിയിട്ടില്ല, എന്താണെന്നറിയില്ല. ടാബ്ലറ്റൊക്കെ എടുക്കുന്നുണ്ട്. അത് കാരണം ഒന്ന് കുറച്ച് ലേറ്റായി. ശരിക്കും ഒരു 9:15 ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ. നമ്മളതേലും ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ സാറ്റർഡേ ആണ്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ ഈ സമയമായി കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്ന മാർക്കറ്റ് സെയിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വില കുറവാണ് കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് ഓഫറുകളുണ്ട്, ഒരുപാട് റേറ്റ് കുറവാണ്. അപ്പം ഞങ്ങൾ ഇവൾക്കൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവൾക്ക് ഒരെണ്ണെടുക്ക് ഒന്നുകിൽ ലൂസോ ഒന്നുകിൽ ടൈറ്റോ. പിന്നെ അതുമാത്രമല്ല, ഇവളാണെങ്കിൽ താഴെ നിൽക്കുന്നുണ്ടായില്ല അധികം നേരം. എൻ്റെ കൂടെ തന്നെയായിരുന്നു, എൻ്റെ പേര് പിടിച്ചേറിയിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ബോഡി പെയിൻ ഉണ്ട്, തീരെ കുറച്ച് വയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. സുജോൻ്റെയൊക്കെയാണെങ്കിൽ അവൾ പോകുന്നില്ല. അതൊക്കെ കാരണം പിന്നെ അവൾക്ക് ഡ്രസ്സ് എടുക്കൽ നടന്നില്ല കേട്ടോ. അതിടയ്ക്ക് അവളൊന്ന് ഓടി വീണു. പിന്നെ നമ്മൾ എന്താ പറയുക, അത് കാരണം കുറച്ച് നേരം ഡ്രസ്സ് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് 2 ഡെയിലി യൂസിന് ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ വേഗം പോവുകയാണ് ചെയ്തത്. പിന്നെ അവൾ കുറച്ചൊരു സുജനോട് അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ എൻ്റെ കൂടെ ഒക്കത്തന്നെ ഇരിക്കുകയുള്ളൂ. കാരണം ഭയങ്കര തിരക്കാണ് ഇവിടെ. കാരണം ഒരാൾ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല, ആ മാതിരി തിരക്കായിരുന്നു. ബില്ലിങ്ങിലൊക്കെ ഭയങ്കര ക്യൂ ആണ്. ഞാൻ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കണ്ടേന്ന് വരെ തോന്നുന്നു, ആ മാതിരി കളക്ഷൻസാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഓഫർ തുടങ്ങിയിട്ടും തോന്നുന്നു. ഞങ്ങൾ നെസ്റ്റോയിലാണ് ഞാൻ കൂടുതൽ പോകാറ്. പിന്നെ ഒരു ദിവസം വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര റേറ്റ് കുറവാണ് സാധനങ്ങൾക്ക്. അപ്പം ഞാൻ നെയിലിൽ ഒട്ടിക്കാനായിട്ട് ഗമ്മ് വാങ്ങിച്ചു കേട്ടോ. നെയിൽ കുറേ നാളെ വാങ്ങിച്ച് വെച്ചിട്ട്, അപ്പോൾ ഗമ്മ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊരു ഗമ്മ് വാങ്ങിച്ചു. അവളതേ ഒരു സൈക്കിൾ കണ്ടില്ലേ, അവിടെ ഓപ്പോസിറ്റ് കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ പോലെ കയറി നിൽക്കാൻ നോക്കുന്ന കേട്ടോ. അവൾക്കത് പറ്റി ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇത് സിജോ പിടിച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ നേരത്തെ പോന്നു. ഞങ്ങളുടെ 10-20 മിനിറ്റ് അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. നല്ല തിരക്കാണ്. കാരണം ഇപ്പോൾ എന്താ ഓഫർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമുക്കിവിടെ മുട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര വാശി. കുറേ നേരം അവൾ നിന്നു, പിന്നെ അവൾ വാശി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. ഞങ്ങൾ പോകുന്ന 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദേശീയ ചേട്ടൻ വന്നേക്കണേ. സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട് ബാക്കിൽ. നമുക്ക് കുറച്ചേരൊക്കെ ഞാൻ നിന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം നിറച്ചിരുന്നപ്പോൾ കോൾഡ് വന്നിട്ട് ശരിക്കും മാറിയിട്ടില്ല. അപ്പം അത് കാരണം കുറച്ചേരം നിന്നിട്ട് തീരെ വയ്യാണ്ടായി തുടങ്ങി. അല്ലെങ്കിൽ ഇവളെയും കൊണ്ട് പോകുന്നത് കുറച്ച് ബിസ്ക്കറ്റ് വെള്ളമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അങ്ങനെ
ഷുണ്ടു ഇത് ഷുണ്ടുവിൻ്റെ കഴിഞ്ഞ ക്രിസ്മസ് ഡ്രസ്സാണ് കേട്ടോ, വൈറ്റും റെഡും. അല്ല ഷുണ്ടു വായനയിലെടുക്ക്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. ഒരു ഉമ്മടുത്തേ, ഒരു ഉമ്മടുത്തേ. നമ്മൾ തന്നെ അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ പോന്നു. ഇപ്പം നമ്മൾ ഫുഡിന് കറി വാങ്ങിക്കാൻ വന്നേക്കാണ്. ഇപ്പോൾ സമയം ഇവിടെ 11:50 കാരണം കറി വെച്ചിട്ടുണ്ടായി, ചെന്നിട്ട് വെക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ കുറേ സാധനം വാങ്ങിച്ചു. അപ്പം അത് കാരണം നടന്നിട്ട് ഈ സമയമായി ചെന്നിട്ട് വെക്കൽ നടക്കൂല, കയ്യിൽ തീരെ വയ്യ. പിന്നെ ഇപ്പം അവളെ എടുത്തിട്ട് നടക്കലായിരുന്നു. അവിടെ ചെന്നിട്ട് അവളെ തീരെ കയ്യിൽ നിന്ന് പോകണ്ടായിരുന്നില്ല, ഫുൾ ടൈം എടുത്തിട്ട് നടക്കായിരുന്നു. പിന്നെ ശരീരവേദനയൊക്കെ ആയ കാരണം പിന്നെ അവളെ എടുത്ത് നടന്നപ്പോൾ തീരെ വയ്യാതെ ഒന്ന് ചെന്നിട്ട് ഞാൻ കിടക്കലുണ്ടാവുള്ളൂ. ഫുഡ് കഴിച്ചപ്പോൾ സുജാത നമ്മുടെ റൂമിടെ ഞങ്ങൾ പഴയ റൂമിൻ്റെ അടുത്താണ് വന്നേക്കണം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ റൂം. പഴയ റൂമായിരുന്നത് ഞാൻ കഴിഞ്ഞാണ് വന്നപ്പോൾ നിന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു പയ്യനെ അറിയുന്ന പയ്യനെ. അപ്പോൾ ഇടയ്ക്ക് വരാറുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നത് വരാറുണ്ട് ഞങ്ങളുടെ. അപ്പോൾ അവിടെ വന്ന് അങ്ങനെ ഞങ്ങളിതേ ഫാർമസിന്ന് ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. പിന്നെ ഇതിപ്പോൾ സൺഡേ ഇതേ മോർണിംഗ് ആയി. ഇപ്പോൾ ഇവിടെ ഒരു സമയം ഒരു 9:30 ആയി. ഞങ്ങൾ കിടന്നപ്പോൾ 4:30 ആയിരുന്നു. വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ കിടന്നത്. ഈ റൂമിലെത്തിയപ്പോൾ 12:45 പിന്നെ എല്ലാവരും കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ 4 മണിയായി. ഇവതേ ഞാൻ കാപ്പി വയ്ക്കുകയാണ്. സുജോപ്പിനെ എണീക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ കാപ്പി എന്തായാലും കുടിക്കാറുണ്ട് ഞങ്ങൾ. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതേ കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ സുജപ്പ് എനിക്ക് വരും. ഞാൻ ഇപ്പോൾ ഇഡലിക്കുള്ള മാവ് എന്തെങ്കിലും അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ അവൾ ഉറങ്ങാണ്. അവൾ എനിക്കാണ്ട് രാവിലത്തെ പണികൾ തീർത്തില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അതേ സുജ വന്നു. സുജാൻ്റെ ഫ്രണ്ട് സായുജ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതേ കാപ്പിയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇഡലിയായിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ എണീറ്റെങ്കിലും ഞങ്ങൾ 11 മണിയായിട്ടോ കഴിച്ചപ്പോൾ. കാരണം പിന്നെ ചട്നി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓരോ തട്ട് വേണം വെക്കാൻ. പിന്നെ എന്താ പറയുക, ഗ്യാസല്ലല്ലോ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കൂടി ഒരേ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓരോന്ന് കഴിഞ്ഞാലേ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇഡലിയൊക്കെ കണ്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇഡലി ഇങ്ങനെ എടുക്കുമ്പോൾ ഇഡലി തട്ടുമ്പോൾ ഇരിക്കത്തില്ലേ, ഇതങ്ങനെ ഒന്നും ഇരുന്നുണ്ടായില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ചായ വെക്കുകയാണ്. ഞങ്ങൾക്ക് ചായ വെച്ചിട്ട് വേണം അവൾക്കുള്ള പാലൊക്കെ കാച്ചി വെക്കാനായിട്ട്. അവളെപ്പോഴും എഴുന്നേക്കാന്ന് അറിയില്ല. അപ്പോൾ അതിനകത്ത് പാലൊക്കെ കാച്ചി ഞാൻ വെച്ചിട്ടുണ്ട്. അവളുടെ ഇഡലി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ നാളെ ഇഡലി വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ കാരണപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചട്നിക്കുള്ളതൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചട്നി വെക്കാൻ പോവാണ്. പുതിയ മിക്സി വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞങ്ങൾ ചട്നി വെച്ചിട്ട്. ഇത് ഞങ്ങൾ മുമ്പ് എനിക്ക് സുജ വാങ്ങിച്ചു തന്ന നെയിലാണ് കേട്ടോ. ഇതിലൊരു 100 എണ്ണം ഉണ്ട്. മുമ്പ് വാങ്ങിച്ച ബോക്സാണ് കേട്ടോ അത്. ഇത് ഇന്നലെ വാങ്ങിച്ച ഗ്ലൂവാണ് കേട്ടോ. അതാണ് നെയിലിൽ ഒട്ടിക്കുന്ന ഗ്ലൂവാണിത്. നെയിൽ നേരത്തെ കാണിച്ചിരുന്നില്ലേ, അത് ഒരു ബോക്സിൽ 100 എണ്ണം ഉണ്ട്. പല ടൈപ്പാണ്. നമുക്കത് ഓരോ വിരലിൻ്റെതനുസരിച്ച് നമുക്ക് വെക്കാം. അവിടെ വലുത് വയ്ക്കുക, ചെറുത് വയ്ക്കുക, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിനെ ചെറിയ ബ്രഷ് ഉണ്ട് ഇതിൻ്റെ അറ്റത്ത് കണ്ടോ. ഈ ബ്രഷ് കണ്ടോ, ഇതിങ്ങനെ നെയിലിൻ്റെ ഉള്ളിൽ തേച്ചിട്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണ്. നെല്ലിൽ ഒട്ടിച്ച് 2 എണ്ണം എൻ്റെ വിട്ടു പോയിട്ടുണ്ട്. ഇത് പോയി ഇതും പോയിട്ട് വെള്ളമൊക്കെ നനഞ്ഞ് പിന്നെ ഇടയ്ക്കിങ്ങനെ അനക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് വിട്ടു. ഇത് പോലും ശരിക്കും അതേ നല്ല ഭയങ്കര ഇരിക്കുന്നുണ്ട്. കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു, അത് കട്ട് ചെയ്തു. നമ്മൾ സാധാരണ നെയിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തു. അതുകൊണ്ട് ഇത്രയും ലെങ്ത് ഉണ്ട് വെച്ചപ്പോൾ ഉണ്ടോ, ഇത്ര ഉണ്ട് കേട്ടോ. അത് ഞാൻ മൊത്തം സെൻറ്ററിൽ വെച്ച് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു. നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ഷേപ്പാക്കി. നല്ലതാണ്. ചെറിയ വേദന ഉണ്ട്, ഗമ്മ വെച്ചിട്ട് ഒട്ടിച്ചപ്പോൾ ചെറിയൊരു വേദന പോലെ ഉണ്ട്. അതിൽ കുറേ നാൾ ഇത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഗ്ലൂ കിട്ടാത്ത തന്നെയായിരുന്നു. കുറേ സ്ഥലത്ത് അന്വേഷിച്ചൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ പീപ്പിളാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ മിക്സിയൊക്കെ വാങ്ങിച്ചു. കൊടുത്ത മിക്സി ഒരു ദിവസം മിക്സി അരി അരച്ചപ്പോൾ ഇങ്ങനെ ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തത് വാശിയിൽ ടീസ്പൂൺ മിക്സിയുടെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഞങ്ങൾ എടുക്കാൻ വന്നു. അതിന് 2ാമത് വേണ്ടി അങ്ങനെ തന്നെ നേരിട്ട് കയറ്റി വെച്ച് അടിച്ച് വഴി അത് പൊട്ടി ടീസ്പൂൺ അതിനുള്ളിൽ വെച്ച് കറങ്ങി പൊട്ടി പുറത്തേക്ക് വന്നു കേട്ടോ. ഞാൻ കാണിച്ചായിട്ട് നമുക്കത് മിക്സി ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തെറിച്ചു വന്നു. ഇവിടെ പൊട്ടി, ഇതിൻ്റെ ഇപ്പുറത്തും പൊട്ടി. കണ്ടതേ ചുണ്ടിന് എപ്പോഴും പേടിയുണ്ട് മിക്സി കേട്ടോ.
പിന്നെ ഇവിടെ ഒക്കെ ചിന്നല് പറ്റിയിട്ടുണ്ട്. അത് വൈറ്റ് നമുക്ക് അറിയാത്തതാണ്. ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഞാൻ കുറച്ചെടുത്തു എന്നിട്ട് ഇങ്ങനെ ചിന്നല് വന്നു അത് പൊട്ടി. പിന്നെ പുതിയ മിക്സി വാങ്ങിച്ചു കേട്ടോ. അത് നല്ലതായിരുന്നു. ഞാൻ ചട്നിയൊക്കെ നല്ല അടിച്ച നല്ല ഇതിന്റെ ചെറിയ ചാള അടിക്കണേക്കാളും നന്നായിട്ട് നല്ല നന്നിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയതിൽ കേട്ടോ. ഇതങ്ങനെ വെറുതെ ഇഷ്ടമുള്ള ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഉപയോഗിക്കുന്നതാണല്ലോ. അത് കാരണം ഇപ്പൊ വിഷമമായിരുന്നു. ഞാൻ കളഞ്ഞിട്ടില്ല, എടുത്ത് വെച്ചേക്കാണ്, കളയണം. അപ്പൊ അങ്ങനെ ഇത് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് പോയിരുന്നു. ഞാൻ പുതിയ മിക്സി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനിപ്പോ ഇവിടുത്തെ 40 ദിർഹമാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു 800 രൂപയ്ക്ക് വരുള്ളൂ. ഇതേ കണ്ടോ, ഇതല്ല പുതിയ മിക്സി വാങ്ങിച്ചു ഞങ്ങൾ. ഇതിനിപ്പം നന്നായിട്ട് നോക്കണം, പറ്റാതെ നോക്കുന്നത് വീഴാണ്ടല്ലോ. ചെറിയ ജാറാണ് കേട്ടോ. നല്ല ഈ ബ്ലേഡ് നല്ല മൂർച്ചയുണ്ട്. കാരണം ഇതിന്റെ പണ്ടത്തെ ഇതേപോലത്തെ ഇതിന് അത്ര ശരിക്കും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ അടിഞ്ഞ് കിട്ടുമായിരുന്നില്ല. പക്ഷെ ഇത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി കട്ടിയുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ഇന്നലെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഇതേപോലെ വേറെ കുറെ മിക്സികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അത് നോക്കാൻ പറ്റിയില്ല. അപ്പൊ അതോടെ ഇരിക്കണ കണ്ട സമയത്ത് ഞാൻ പെട്ടെന്ന് എടുത്താണത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ശരി കമ്മലൊക്കെ വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പള്ളിയിൽ പോകണം വൈകുന്നേരം. ഇപ്പൊ സൺഡേ ആണല്ലോ, പള്ളിയിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് കാണാം, വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് മീൻകറി ഉണ്ട് വെച്ചേക്കുന്നത്. മീൻകറി ഉണ്ടാക്കി, മീനൊക്കെ വറുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സുജാ ചേട്ടൻ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ പള്ളിയിൽ പോവാണ്. ഇനി ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിന് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. കുറച്ച് പണികളൊക്കെ ഉണ്ട്. സുജാ കിടന്നുറങ്ങാണ്. പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് പുറത്തിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെന്താ, കുളിക്കണം. ചുണ്ടിന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കിനി കുളിക്കണം, എന്നിട്ട് പള്ളിയിൽ പോകാനായിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ അമർത്താം. അപ്പം ടാറ്റാ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ, ടാറ്റാ. ഉമ്മ എടുത്ത്, ഉമ്മ എടുത്ത് അമ്മ അല്ല മോനെ ഉമ്മ കൊടുത്ത്. ചോദിച്ചോ. ബൈ ബൈ.